മലം കുടലിൽ വളരെ കൂടുതൽ സമയം കെട്ടിക്കിടക്കുമ്പോൾ ഇതിന് പകരം അവ പ്രോട്ടീനുകളെ ഫെർമെൻറ്റ് ചെയ്ത് മലബന്ധമുള്ളപ്പോൾ ആരോഗ്യമുള്ള ആളുകളുടെ ബ്ലഡ് സർക്കുലേഷനിൽ പോലും ഈ ടോക്സിൻസ് വർദ്ധിക്കുന്നതായി ഗിബ്ബിൻസും സംഘവും കണ്ടെത്തി. വയറിളക്ക സമയത്ത് ശരീരം അമിതമായി ബൈൽ ആസിഡ് പുറന്തള്ളുന്നു. കരളിന് ആവശ്യമുള്ള ബൈൽ ആസിഡാണ് ആക്ച്വലി ഇത്. ഇനി അല്പം മലമ്പുരാണം പറയാം. നിങ്ങൾ ഒരു ദിവസം എത്ര തവണ മലവിസർജനം നടത്തും? അതിൻ്റെ എണ്ണത്തിൽ ഒരു കണക്കുണ്ടോ? ഡെയിലി പോവില്ലെങ്കിൽ എന്താ കുഴപ്പം? ഡെയിലി കുറേ തവണ പോയാലോ? ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഏതായാലും സെൽ റിപ്പോർട്ട് മെഡിസിൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനം എന്താണെന്ന് പറയുന്നത് നോക്കാം. അതിനു മുമ്പ് ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, UK നാഷണൽ ഹെൽത്ത് സർവീസിൽ റിസർച്ച് നഴ്സായി ജോലി നോക്കുന്നു. മെഡിക്കൽ രംഗത്ത് വരുന്ന പുതിയ റിസർച്ച് സ്റ്റഡീസിൻ്റെ റിസൾട്ട്സാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും. അത് ഓൾറെഡി നല്ലതാണെങ്കിൽ ഒന്നും നോക്കണ്ട, ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ വീഡിയോ തയ്യാറാക്കാൻ ഞാൻ വായിച്ച സ്റ്റഡീസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞ് താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കിയാൽ നന്നായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഒരു ദിവസം എത്ര തവണ മലവിസർജനം ചെയ്യുന്നു എന്നത് ശരീരത്തെയും ആരോഗ്യത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതാണ് പുതിയ പഠനം. ദിവസത്തിൽ 1-2 തവണ മലവിസർജനം ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാറുണ്ട്. ഈ പഠനത്തിന് മുമ്പ് നടന്ന ഗവേഷണങ്ങൾ കണ്ടെത്തിയത് മലബന്ധം അണുബാധകൾക്കും വയറിളക്കം ന്യൂറോ ഡീജനറേറ്റീവ് അവസ്ഥകൾക്കും കാരണമായേക്കാമെന്നാണ്. എന്നാൽ രോഗബാധിതരായ വ്യക്തികളിൽ മാത്രമായിരുന്നു പഠനം നടന്നത്. അതുകൊണ്ട് തന്നെ ക്രമരഹിതമായ ബാത്റൂം പോക്ക് അവരുടെ രോഗങ്ങൾ കാരണമാണോ അതോ ബാത്റൂം എപ്പോഴും പോയത് അവർ രോഗി ആയതുകൊണ്ടാണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിസ്റ്റംസ് ബയോളജിയിലെ മുതിർന്ന ഓതറായ സീൻ ഗിബ്ബൺസ് AFPയോട് പറഞ്ഞിങ്ങനെയാണ്: ഈ പഠനം പുറത്തു വരുന്നതോടുകൂടി ഡോക്ടർമാർ രോഗികളിൽ ഒരു ക്രമമായ മലവിസർജനം നിലനിർത്തേണ്ടതിനെ പറ്റി കൂടുതൽ ശ്രദ്ധ പുലർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും ക്രമരഹിതമായ മലവിസർജനത്തെ ഡോക്ടർമാർ വെറുതെ ഒരു ശല്യമായി മാത്രമാണ് കാണുന്നതെന്നാണ് ഗിബ്ബൻസ് പറയുന്നത്. ഗിബ്ബൻസും അദ്ദേഹത്തിൻ്റെ സംഘവും സജീവമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യമുള്ള 1400-ലധികം മുതിർന്ന റിസർച്ച് പാർട്ടിസിപ്പൻസിൽ നിന്ന് പലതരം ഡാറ്റ ശേഖരിച്ചു. ഉദാഹരണത്തിന് ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഡാറ്റ, പാർട്ടിസിപ്പൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ബയോളജിക്കൽ ഡാറ്റ, ബ്ലഡ് കെമിസ്ട്രി, കുടലിലെ മൈക്രോബയോം, ജെനറ്റിക്സ് എന്നിവ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ സംഘം വിലയിരുത്തി. പങ്കെടുക്കുന്നവർ സ്വയം റിപ്പോർട്ട് ചെയ്ത അവരുടെ മലവിസർജനത്തിൻ്റെ റുട്ടീൻ അനുസരിച്ച് സംഘം അവരെ 4 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. 1 കോൺസ്റ്റിപ്പേഷനുള്ള ഗ്രൂപ്പ്, 2 ലോ നോർമൽ, 3 ഹൈ നോർമൽ, 4 ഡയറിയ. ഒന്നാമത്തെ ഗ്രൂപ്പ് മലബന്ധമുള്ളവരിൽ ആഴ്ചയിൽ 1-2 മലവിസർജനം മാത്രം നടത്തുന്നവരാണ്. ലോ നോർമലായ ആൾക്കാർ ആഴ്ചയിൽ 3 മുതൽ 6 വരെ. ഇനി ഹൈ നോർമലായ ആൾക്കാർ ഡെയിലി 1 മുതൽ 3 വരെ. പിന്നെ അവസാനം വയറിളക്കമുള്ള 4ാമത്തെ ഗ്രൂപ്പ്. ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ഇതെല്ലാം ഗിബ്ബൻസും സംഘവും ക്ലാസിഫൈ ചെയ്ത ഗ്രൂപ്പുകളാണ് കേട്ടോ. നിങ്ങൾ സ്വയം ഗ്രൂപ്പ് ചെയ്യല്ലേ. സൂക്ഷ്മാണുക്കൾ, അതായത് മൈക്രോബയോം, സാധാരണയായി കുടലിലെത്തുന്ന ഫൈബർ പാർട്ടിക്കിൾസിനെ ഫെർമെൻറ്റ് ചെയ്ത് അവ ഗുണകരമായ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളായി മാറ്റുന്നു. മലം കുടലിൽ വളരെ കൂടുതൽ സമയം കെട്ടിക്കിടക്കുമ്പോൾ ഇതിന് പകരം അവ പ്രോട്ടീനുകളെ ഫെർമെൻറ്റ് ചെയ്ത് പീക്രസോൾ, സൾഫേറ്റ്, ഇൻഡോക്സിൽ സൾഫേറ്റ് തുടങ്ങിയ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. വ്യത്യാസം കണ്ടോ? മലബന്ധമുള്ളപ്പോൾ ആരോഗ്യമുള്ള ആളുകളുടെ ബ്ലഡ് സർക്കുലേഷനിൽ പോലും ഈ ടോക്സിൻസ് വർദ്ധിക്കുന്നതായി ഗിബ്ബൻസും സംഘവും കണ്ടെത്തി. ഈ വിഷവസ്തുക്കൾ കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. പഴങ്ങളും പച്ചക്കറികളും എങ്ങനെയാണ് ഈ അവസ്ഥയിൽ പ്രധാനമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി വയറിളക്കത്തിൻ്റെ കേസുകളിലേക്ക് വന്നാൽ അവരുടെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ഇൻഫ്ലമേഷൻ, കരൾ രോഗങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന ക്ലിനിക്കൽ റിസൾട്ട്സാണ് സംഘം കണ്ടെത്തിയത്. ഗിബ്ബൻസ് വിശദീകരിക്കുന്നത് നോക്ക്: വയറിളക്ക സമയത്ത് ശരീരം അമിതമായി ബൈൽ ആസിഡ് പുറന്തള്ളുന്നു. കരളിന് ആവശ്യമുള്ള ബൈൽ ആസിഡാണ് ആക്ച്വലി ഇത്. ഭക്ഷണത്തിലെ കൊഴുപ്പുകൾ അലിയിക്കാനും ആഗിരണം ചെയ്യാനും കരൾ സാധാരണയായി ബൈൽ ആസിഡിന് റീയൂസും ചെയ്യുന്നുണ്ട്. ഫൈബർ ഫെർമെൻറ്റ് ചെയ്യുന്ന ഗട്ട് ബാക്ടീരിയകളെ നമ്മൾ സാധാരണ സ്ട്രിക്റ്റ് അനേറോബ്സ് എന്നാണ് വിളിക്കുന്നത്. അവ ഒരു ദിവസം 1-2 മലവിസർജനം ചെയ്യുന്നവരിൽ നന്നായി വളരുന്നതായി ഗിബ്ബൻസ് കണ്ടെത്തി. എന്നിരുന്നാലും ഈ മലവിസർജന തോത് കൂടുതൽ കൃത്യമായി നിർവചിക്കുന്നതിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നാണ് ഗിബ്ബൻസ് ഊന്നി പറയുന്നത്. ഡെമോഗ്രഫി പ്രകാരം ചെറുപ്പക്കാർ, സ്ത്രീകൾ, ബോഡി മാസ് ഇൻഡെക്സ് കുറവുള്ളവർ എന്നിവരിൽ മലവിസർജനത്തിന് തോത് കുറവായിരിക്കും. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഹോർമോൺ, പിന്നെ ന്യൂറോളജിക്കൽ വ്യത്യാസങ്ങൾ എന്നിവ കൊണ്ടായിരിക്കും ഇതെന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. കൂടാതെ പുരുഷന്മാർ പൊതുവെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്ന വസ്തുതയും ഗിബ്ബൻസ് പറഞ്ഞു. അവസാനമായി ഇതിനോടൊപ്പം അവർ ലൈഫ് സ്റ്റൈൽ ക്വസ്റ്റ്യനേഴ്സ് കൂടി കൊടുത്തു ഇവർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിബ്ബൻസിന് അതുവഴി കിട്ടിയ ബയോളജിക്കൽ ഡാറ്റ പ്രകാരം കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവരിൽ, ധാരാളം വെള്ളം കുടിക്കുന്നവരിൽ, കൂടുതൽ സസ്യഭക്ഷണം കഴിക്കുന്നവരിൽ, പിന്നെ റെഗുലറായി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിവരിൽ
എന്നിവരിലാണ് 1 മുതൽ 2 വരെ മലവിസർജനം കറക്റ്റായി ഡെയിലി നടക്കുന്നതായിട്ട് ഗിബ്ബിൻസ് കണ്ടെത്തിയത്. ഗവേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ മലവിസർജന തോത് പഠിച്ച് മനുഷ്യൻ്റെ രോഗപ്രതിരോധത്തിൽ അതിൻ്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ലോങ് ടൈം ക്ലിനിക്കൽ ട്രയലാണ് ഗിബ്ബിൻസ് ഇനി രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് റെഗുലറായി മലവിസർജനം നടക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും എന്നാണ്. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും കാണാം.